വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മുടെ സാംസങ് S23 സീരീസുകൾക്ക് ആക്ച്വലി ജൂൺ അപ്ഡേറ്റ് ഇപ്പോൾ ഇന്നലെ വന്നിട്ടുണ്ട്. ആക്ച്വലി അപ്ഡേറ്റ് ചെയ്യാത്തവർ ചെയ്ത് നോക്കുക. എന്താ വെച്ചാൽ ഇത് ആക്ച്വലി ഒരു നമ്മുടെ നോർമൽ സാംസങ് S24 സീരീസിനെക്കാട്ടും മുമ്പ് ആക്ച്വലി S23 സീരീസൊക്കെ ഒരു അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. എന്താ മെയിൻ കാരണം എന്താ വെച്ചാൽ നമ്മുടെ 1UI 8 1UI 8 ബീറ്റ വേർഷൻസ് നമുക്ക് S23 മോഡലുകൾക്കും വരുന്നുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞ വീഡിയോ ഉണ്ടായിരുന്നു. അത് വരാനുള്ള ഒരു പുതിയ അപ്ഡേറ്റ് ആണ് ഇതുകൊണ്ട്. അപ്പോൾ നിങ്ങളൊരു 1UI 8 ബീറ്റ അപ്ഡേറ്റ് ചെയ്യാനുള്ളൊരു ഉദ്ദേശമുള്ള ഒരാൾക്കാരാണെങ്കിൽ ഈ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്നാലും മാത്രമേ നിങ്ങൾക്ക് അതിൽ എൻറോളിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ജൂണിൽ വരുന്ന ഒരു ജൂൺ സെക്യൂരിറ്റി പാച്ച് വെച്ച് വരുന്ന ഒരു അപ്ഡേറ്റാണ്. ഞാൻ ഇന്നലെ അപ്ഡേറ്റ് ചെയ്താണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അപ്ഡേറ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. മേജർ സംഭവങ്ങളും നോർമൽ സംഭവങ്ങളൊന്നുമില്ല. നമ്മുടെ സെക്യൂരിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അവർ മെയിനായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. വേറെ വലിയ കാര്യമുള്ള സംഭവങ്ങളൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ പറഞ്ഞപ്പോൾ ഒരു ദിസ് ഡിവൈസ് ഈസ് പ്രൊട്ടക്റ്റഡ് വിത്ത് ഇംപ്രൂവ്ഡ് സെക്യൂരിറ്റി, അതാണ് വന്നിരിക്കുന്ന ഒരു ഫീച്ചർ നമ്മുടെ ജൂൺ അപ്ഡേറ്റിൽ. പിന്നെ ദീസ് ചേഞ്ചസ് മേ വാരി ഡിപ്പെൻഡിങ് ഓൺ ദ മോഡൽ, കൺട്രി ഓർ നെറ്റ്വർക്ക് ഓപ്പറേറ്റർ ഓഫ് ദ, അത്രേ ഉള്ളൂ. വേറെ സംഭവങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ 1UI 7 ആൻഡ്രോയിഡ് വേർഷൻ 14 ഇതിൻ്റെ വേർഷൻ വരുമ്പോൾ S91 8BOX M8 DYF എന്നൊരു മോഡലാണ്. സൈസ് വരുന്നത് 465 MB ആണ് ഓൾമോസ്റ്റ് സൈസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് ഇന്നലെ ഓൾമോസ്റ്റ് ഒരു 5 മണി ആ റേഞ്ചിലാണ് അത് അപ്ഡേറ്റ് ചെയ്തത്. ഇത് ഇപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 24 മണിക്കൂറായി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്ന ബാറ്ററി ഡ്രെയിൻ ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെ ഇത് ഈ അപ്ഡേറ്റിൽ ഫിക്സ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നത്. വെച്ചാൽ നമുക്ക് ഐഡിയൽ ബാറ്ററി ഡ്രെയിൻ ഇതിനായിട്ടും കുറച്ചുകൂടി കുറഞ്ഞ പോലെ എനിക്ക് തോന്നി ഇന്നലെ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം. എന്ന് വെച്ചാൽ അധികം സമയമായിട്ടില്ല. പെർഫോമൻസ് ഒക്കെ ക്ലിയർ ആയിട്ടുണ്ട്, നല്ല പെർഫോമൻസ് വന്നിട്ടുണ്ട്. ആ ചെറിയൊരു ലാഗ് ഇഷ്യൂ സംഭവമൊക്കെ ഉണ്ടാകുന്നതൊക്കെ ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫോൺ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ സാംസങ്ങിൻ്റെ എല്ലാ അപ്ഡേറ്റ്സുകളും ഇവരുടെ ഭയങ്കര സെക്യൂരിറ്റി ഭയങ്കര പ്രോബ്ലം ആയിട്ടുണ്ട്. സെക്യൂരിറ്റി എന്ന് പറയാൻ പറ്റില്ല, ഒരു എന്താ പറയുക, ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഭയങ്കരമായിട്ട് സാംസങ്ങിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അവർ സർവീസും മര്യാദയ്ക്ക് കൊടുക്കുന്നില്ല. എന്താ വെച്ചാൽ ഈ സാംസങ് S23 സീരീസുകൾക്ക് ഇഷ്ടം പോലെ ഗ്രീൻ ലൈൻ ഇഷ്യൂസ് വരുന്നുണ്ട് ആഫ്റ്റർ അപ്ഡേറ്റ്. അണ്ടർ വാറണ്ടി ഉള്ള ഡിവൈസുകൾ പോലും വരുന്നുണ്ടെന്ന് അപ്പോൾ പുതിയ റിപ്പോർട്ട് പറയുന്നത്. വെച്ചാൽ അവന്മാർ എന്നിട്ട് കൊടുക്കുന്നുമില്ല. അങ്ങനെ കുറേ ഇഷ്യൂസുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സാംസങ് ഇപ്പോൾ എടുക്കണം ശരിക്കും എടുക്കാൻ തന്നെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ പേടിയായിട്ട്. എനിക്ക് നോക്കി കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ 1UI ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഇവരുടെ നോക്ക് സെക്യൂരിറ്റി ഒക്കെ സൂപ്പർ സാധനമാണ്. പക്ഷേ ഇങ്ങനെ ഒരു സർവീസ് വരുമ്പോൾ നമ്മൾ എങ്ങനെ സാധനം വിശ്വസിച്ചെടുക്കും? അതാണ് ഇപ്പോൾ ആകെ പ്രോബ്ലം ആയിട്ടിരിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഈ സാധനം എൻ്റെ സെക്കൻഡറി ഡിവൈസാക്കി മാറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. Vivo X200 Pro ആക്കി ഞാൻ എൻ്റെ പ്രൈമറി. പക്ഷെ എന്നാലും നമ്മുടെ ഈ നോക്ക് സെക്യൂരിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ബാങ്കിങ് സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ സാധനം ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എത്ര കാലം ഇത് പ്രൈമറായിട്ട് ഉപയോഗിക്കേണ്ടതെന്ന്. പിന്നെ 1UI എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട സംഭവമാണ്. ഇപ്പോൾ പുതിയ ലേറ്റസ്റ്റ് ആയിട്ട് പിന്നെ നമ്മുടെ ലേറ്റസ്റ്റ് 1UIയിലൊക്കെ നല്ല ഫീച്ചേഴ്സും സംഭവങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ എനിക്ക് 1UI ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. പക്ഷേ 1UI യൂസ് ചെയ്തിട്ട് വേറെ ആൻഡ്രോയിഡിൻ്റെ വോയിസ് അല്ലെങ്കിൽ ലോഞ്ചേഴ്സ് ഉപയോഗിക്കുമ്പോൾ കുറേ പേർക്ക് അതിനെ ഭയങ്കരമായിട്ട് മിസ് ആവാറുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ പ്രത്യേകിച്ച് ഞാൻ അങ്കിളിൻ്റെ കാര്യം പറയാം. എൻ്റെ അങ്കിൾ ഡോക്ടറാണ്. അപ്പോൾ ഇത്രയും കാലമായിട്ട് ആൾ ഫുൾ സാംസങ്ങിൻ്റെ ഫോൺ മാത്രമേ ഉപയോഗിച്ചുള്ളൂ. വേറെ ഒരു പ്രാവശ്യം മാത്രം OnePlus സ്വിച്ച് ചെയ്തു. പെട്ടെന്ന് തന്നെ തിരിച്ച് സാംസങ്ങിലേക്ക് സ്വിച്ച് ചെയ്തു. എന്ന് വെച്ചാൽ പിന്നെ അവർക്ക് വേറെ വോയിസ് ഒന്നും പിടിക്കുന്നില്ല. അങ്ങനത്തെ ഒരു കുഴപ്പങ്ങളുണ്ട്. ഈ എന്താ പറയുക, iOS യൂസ് ചെയ്തിട്ട് ബാക്കി പഠിക്കാത്ത അത് പിന്നെ അതിൽ കുറേ കുറവുകളുണ്ട്. അത് പെട്ടെന്ന് ഇതിലേക്ക് ഭയങ്കരമായിട്ട് ഓപ്പൺ ആയിട്ട് അത് ഭയങ്കര ലോക്ക്ഡ് ഒരു UI ആണ്. പെട്ടെന്ന് ഒരു ഓപ്പൺ UIയിലേക്ക് വരുമ്പോൾ ആൾക്കാർക്ക് അത് ഇഷ്ടമുണ്ട്. അത് പിന്നെ പറഞ്ഞിട്ട് തരില്ല. ഇത് പിന്നെ എല്ലാം ആൻഡ്രോയിഡ് തന്നെയാണല്ലോ, എല്ലാം ഓപ്പൺ സോഴ്സ് ആണ്. അങ്ങനെ ഒരു കുഴപ്പങ്ങൾ എനിക്കും തോന്നുന്നുണ്ട്. പക്ഷേ നമ്മൾ കുറേ ഇതുപോലെ ഡിവൈസുകളും സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെ അങ്ങോട്ട് റിഫ്ലക്റ്റ് ആവുന്നില്ല എന്ന് മാത്രം. പക്ഷേ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഫോൺ വാറണ്ടിയിലാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാം. അല്ലാത്ത പക്ഷം വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് ചെയ്യേണ്ടി വരും. എന്താ വെച്ചാൽ പറയാൻ പറ്റില്ല എപ്പോഴാണ് ഡിസ്പ്ലേ ഗ്രീൻ ലൈൻ വരിക എന്ന് വെച്ചാൽ അത്ര അധികം എന്താ പറയുക ക്വാളിറ്റി ഇഷ്യൂസ് ഭയങ്കരമായിട്ട് സാംസങ്ങിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. സർവീസ് ആയിക്കോട്ടെ, സർവീസും ഭയങ്കര മോശമായിട്ടുണ്ട്. പണ്ടത്തൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര മോശമായിട്ടുണ്ട് സാംസങ്ങിൻ്റെ സർവീസൊക്കെ. ഒരു രക്ഷയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. നമ്മുടെ 2 ചാനൽസ് മാത്രം പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് മനസ്സിലേക്ക് നമ്മളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം കാര്യങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറാണെങ്കിൽ എൻ്റെ പേര് അജയ്. ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മൾ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസോടെ ക്വാളിഫൈഡ് ആണ്. നമ്മൾ സ്മാർട്ട് ഫോൺ ആർട്ടിച്ചർ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തതാണ്. ഇനി സാംസങ് ഫാൻസ് ഒന്ന് തെറിവിളിക്കാൻ നിൽക്കണ്ട. ഞാൻ റിയൽ ഫാക്റ്റാണ് പറഞ്ഞത്. ഞാനും സാംസങ് ഫോൺ മാത്രമല്ല, എൻ്റെ സാംസങ്ങിൻ്റെ എല്ലാ പണ്ടാരും ഉണ്ട്. ടാബ്, ഇരിക്കുന്ന സ്മാർട്ട് മോണിറ്റർ, എല്ലാ സംഭവവും തന്നെ സാംസങ്ങാണ്. TV, ഫ്രിഡ്ജ്. പക്ഷേ ഇങ്ങനെ ഒരു ബ്രാൻഡ് ആൾക്കാരെ ഉടായ്പ് കാണിക്കുമ്പോൾ അതിനെ നമ്മൾ എടുത്ത് പറയണ്ട, അല്ലെങ്കിൽ നമ്മൾ പൊട്ടന്മാരായി പോയില്ലേ. ഈ ഫാൻ ബോയ്സുകളൊക്കെ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത്, നിങ്ങൾ സ്വയം പൊട്ടന്മാരാവാണ്ട് എന്താ പറയുക, നിങ്ങളെ പ്രൊമോട്ട് ചെയ്യുക, അല്ലാണ്ട് ബാക്കിയുള്ള ആൾക്കാരെ പ്രൊമോട്ട് ചെയ്ത് കണ്ട് കുറച്ച് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ അതുള്ളവരാരെ ഞാൻ പറഞ്ഞു. അതിൽ ഞാൻ അതില്ലാത്തവർ ഇനി കമൻറ്റ് ചെയ്യാൻ വരണ്ട. എന്തായാലും കുറേയൊക്കെ ഞാൻ ബ്ലോക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉടായ്പ് കമൻറ്റ് ചെയ്യാൻ വരുന്നവരൊന്നും കാര്യമില്ല. അത് വിസിബിൾ ആവില്ല, ഓട്ടോമാറ്റിക്കലി യൂട്യൂബ് തന്നെ ഇപ്പോൾ ഡിലീറ്റ് ചെയ്യും. അപ്പോൾ വെറുതെ സമയം കളയാണ്ട് വേറെ വല്ല പണിക്ക് പോകാൻ നോക്കട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത് കാണാം. ബൈ.